തൈര് കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ബൗളിലേക്ക് നല്ലൊരു പഴുത്ത തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല എരിവുള്ളൊരു 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരുമായിട്ട് തക്കാളിയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ചീന്തിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-10 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്താൽ പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത തൈര് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിരിഞ്ഞു പോകരുത്, ചെറിയ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കട്ടയില്ലാണ്ട് കിട്ടും. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഒഴിച്ചുകറി പോലെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് തിളക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഒരു നുള്ളു പഞ്ചസാരയാണ്. ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തിളക്കരുത്, ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതിയാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് വെച്ചിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.